ഇത്തവണ ഒരു തടിച്ച് പെണ്ണ് പൊങ്കാല ഇടുകയല്ല, ക്യാമറയുടെ മുന്നിൽ ആദ്യം ഫ്രണ്ട് കാണിച്ചു, പിന്നെ സൈഡ് കാണിച്ചു, പിന്നെ ആനയുടെ വലിപ്പമുള്ള പൃഷ്ഠവും എയർപോർട്ട് റൺവേ മാതിരി ഇരിക്കുന്ന മുതുകും കാണിച്ചുമൊക്കെ നിർലോഭം മേനിപ്രശ്നം. എന്തിനാ സിൽക്ക് സ്മിത ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറങ്ങി നിൽക്കും, ആരും ഡയറക്ഷനൊന്നും വേണ്ട. ഇവന്മാർ ക്യാമറ വെച്ചാൽ നിൽക്കില്ല ഇങ്ങനെ ഈ ചക്ക കൂട്ടം കണ്ട പട്ടിണിയിടുന്ന പിള്ളേരെ പോലെ, അല്ലെങ്കിൽ സോമാലിയിലെ കുട്ടികളെ പോലെ. ഇവളിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യം ഫ്രണ്ട് കാണിച്ചു, കണ്ടോ എടുത്തോ, എന്നിട്ട് സൈഡ് കാണിച്ചു, ഇതിലെ കൂടെ എടുത്തോ കാണാമോ, ഇനി ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്തിയും മുതുകുമൊക്കെ, മുതുകിൽ ഈ ജാക്കറ്റൊക്കെ ആര് തച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ പോലെ കിടക്കണം, ഇടാതിരുന്നാൽ പോലെ ഇരുന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് നിനക്ക് 3 വയസ്സായാലും മക്കളെ നിനക്ക് ഞാൻ ഒരു കാർ വാങ്ങിച്ചു തരാമേ, ടയോട്ട കാർ മതിയാ, ഇവിടെ തടിയാ, നിനക്ക് എന്ത് വേണ്ട, നിനക്ക് ഒരു കാർ വാങ്ങിച്ചു തരാമേ, ഉളിഞ്ഞ നോക്കണ്ടാച്ചാ. പൊന്നു ദിനേശ് ചേട്ടാ, ആശയമാസത്തിന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് അണ്ണന് ഞാൻ എവിടുന്നായാലും മേടിച്ചോണ്ട് തന്നേക്കും. അത്തരത്തിലുള്ള അവതരണമാണ് കേട്ട് ഞാൻ ചിരിച്ചെൻ്റെ ഊപ്പാട് വന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കല്ലേ, അവസാനം വരെ കാണുക, ചിരിച്ച് ഊപ്പാട് വരും. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ ഭക്തിപൂർവ്വം വന്ന് ചെയ്യുന്ന ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇതുപോലുള്ള കുറച്ച് വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിമാറിയിരിക്കുകയാണ്. ഒരു 100 യൂട്യൂബർമാർ ഇവർക്ക് ചുറ്റും, ഇവർ തിരിഞ്ഞിരിക്കുന്നു, മറിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. അതുമാത്രമേ ഉള്ളൂ ഈ പൊങ്കാല ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ മൊത്തം വന്നത്. അല്ലാതെ ആറ്റുകാൽ പോകുന്നതോ ദേവിയെയോ അവിടുത്തെ പൊങ്കാലയോ മാന്യമായിട്ട് പൊങ്കാല ഇടുന്നവരോ ഒന്നുമില്ല. മൊത്തം ഈ ദൃശ്യങ്ങളേ ഉള്ളൂ. ഈ പൊങ്കാല തൂക്കിയതാരാണെന്ന് വെച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക് ആ വ്യക്തിയെ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നീട് വന്ന് അവർ മാപ്പും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും നമുക്കറിയാം അവരുടെ സാരിക്കടയുടെ പരസ്യമായിട്ടാണ് അവർ വന്നത്, പ്രൊമോഷനുമായിട്ടാണ് പൊങ്കാലയിടാൻ വന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. എന്തായാലും ആവട്ടെ. എന്തായാലും നമുക്ക് ഈ ശാന്തിയുള്ള ദിനേശൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ കണ്ടു നോക്കുക, അവസാനം വരെ ചിരിച്ച് ഊപ്പാട് വരും. അപ്പോൾ നമ്മൾ ആദ്യമായി കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ നൽകി നമ്മളൊന്ന് സപ്പോർട്ട് കൂടി തരണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആരും പോകല്ലേ. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ സെക്കൻഡിനോട്, ഫസ്റ്റ് അല്ലല്ലോ സെക്കൻഡ്, ആദ്യമായി മതിപ്പ് തോന്നിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ആറ്റുകാൽ പൊങ്കാല എന്ന മഹോത്സവം കലക്കി കുളമാക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ സിനിമാ നടികൾ അറിയുവാൻ എന്നാണ് അവരെഴുതിയിരിക്കുന്നത്. സിനിമാ നടികൾ മാത്രമല്ല, സീരിയൽ നടികളും മോശമല്ല സത്യഭാമ ടീച്ചറെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയലിൽ നിന്നും കുറേ കൂതറകൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്നും പറഞ്ഞ് ഇറങ്ങും. നിങ്ങൾക്ക് തുണി ഉടുക്കുകയോ തുണി അഴിച്ചിടുകയോ ചെയ്യാം. അത് നിങ്ങളുടെ വീടുകളിൽ കണ്ടു രസിക്കുന്ന ആളുകളുണ്ടാകാം. വീടുകളിൽ മാത്രമല്ല ടീച്ചറെ, ഗൾഫിൽ ഹോട്ടൽ പണിയുന്നവരെ അന്വേഷിച്ചു, ഗൾഫിലെ മറ്റേ ബാർ ഡാൻസ് കളിക്കാൻ പോകുന്നവരെ കുറിച്ചും, ഉദ്ഘാടനത്തിന് പോയിട്ട് ജിന്നും കുടിച്ചിട്ട് തുണി അഴിക്കുന്ന കൂട്ടരും ഇപ്പോൾ ഉണ്ട് എന്ന് ടീച്ചർക്ക് അറിയില്ലേ എന്ന് എനിക്ക് സംശയം. എന്നിട്ട് അവിടെ നിന്ന് മലയാളിയെ വലിപ്പിച്ച് ലക്ഷങ്ങൾ മാറ്റോണ്ടാണ് പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നിട്ട് നിനക്ക് 3 വയസ്സായാലും മക്കളെ നിനക്ക് ഞാൻ ഒരു കാർ വാങ്ങിച്ചു തരാമേ, ടയോട്ട കാർ മതിയാ, ഇവിടെ തടിയാ, നിനക്ക് എന്ത് വേണ്ട, നിനക്ക് ഒരു കാർ വാങ്ങിച്ചു തരാമേ, ഉളിഞ്ഞ നോക്കണ്ട അച്ഛാ, അച്ഛനും ഞാൻ വാങ്ങിച്ചു തരാം. മോള് തുണി കഴിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസയിലാണ് ഇതൊക്കെ. അങ്ങനെയുണ്ട് ടീച്ചറെ ഇവിടെ ഐറ്റംസുകൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളെ മണ്ടന്മാരാക്കി നിൻ്റെയൊക്കെ പേക്കൂത്ത് പുണ്യമായ ഒരു തിരുമുറ്റത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് സത്യഭാമ സെക്കൻഡ് പറയുന്നത്. ദേവിയുടെ മുന്നിൽ നീയൊക്കെ കാണിച്ച കോപ്രായങ്ങൾക്കുള്ള മറുപടി ഇനി അങ്ങോട്ട് അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഈ പ്രായം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട പൊങ്കാല 2026 എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ പേക്കൂത്ത് കാണിക്കുന്ന പെണ്ണുങ്ങളെ ഒരു കാരണവശാലും ആറ്റുകാൽ പൊങ്കാല ഇടാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കലാമണ്ഡലം സത്യഭാമ സെക്കൻഡിൻ്റെ അഭ്യർത്ഥന. അവർ പറഞ്ഞതിൽ 2026 പൊങ്കാല ഏറ്റവും വൃത്തികെട്ടതാണ് എന്ന പരാമർശം വേണ്ടായിരുന്നു. ആവേശം കൊണ്ട് പറഞ്ഞതായിരിക്കാം. 50 ലക്ഷത്തിലധികം സ്ത്രീകൾ കിലോമീറ്ററുകളോളം പൊങ്കാല ഇടുന്നിടത്ത് 5 10 കൂതറകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ മൊത്തത്തിൽ വിലയിരുത്തുന്നത് ശരിയല്ല. പൊങ്കാലയെ മാറ്റി നിർത്താം. അമ്പലങ്ങളിൽ ചില തന്തമാരും തള്ളമാരും പെൺകുട്ടികളെ വേഷം കെട്ടി കൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്ക് അരോചകം തോന്നാറുണ്ട്. ആ തന്തയ്ക്കും തള്ളയ്ക്കും ചന്തിയിൽ നല്ല ചൂരലെടുത്ത്, ഞങ്ങളുടെ നാട്ടിൽ പെരമ്പെന്ന് പറയും, പെരമ്പെടുത്ത് ആ ചന്തിയിൽ 4 അടി കൊടുത്ത് ശിക്ഷിക്കണമെന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കുട്ടികളെ ഒരിക്കലും വഴക്ക് പറയില്ല. അവരുടെ പ്രായം അതാണ്. സ്വസ്ഥതയോടെ ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കാനോ പൊങ്കാല ഇടാനോ വരുന്നവർക്ക് മറ്റുള്ളവരെ അസ്വസ്ഥമാക്കുന്ന വേഷം കെട്ടൽ കുറയ്ക്കാമായിരുന്നു. കുഞ്ഞു നിന്ന് പൊങ്കാല ഇടുന്ന എൻ്റെ എവിടെയെല്ലാം തുറന്നു കാട്ടപ്പെടുമെന്ന ബോധം ശീമപന്തിയെ പോലെയുള്ള ഈ കൂട്ടങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും. പിന്നെ ആറ്റുകാലിലെ കാര്യം, അവിടെ സീരിയലുകാർക്ക് താമസിക്കാനായി ഒരു ഹോട്ടൽ വന്നതിൽ തുടങ്ങിയതാണ് ഈ അസുഖം. അവിടെ സീരിയലുകാർക്ക് സ്ഥിരമായി താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അത് വന്നതോടെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല അസുഖം സീരിയൽ നടികൾക്കും സിനിമാ നടികൾക്കൊക്കെ വന്നത്. ഒരു വർഷം മുന്നേ തന്നെ, അതായത് പൊങ്കാല കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അടുത്ത വർഷത്തെ റൂം ബുക്ക് ചെയ്ത് പൈസയും കൊടുത്തിട്ടാണ് ഈ കൂതറകൾ പോകുന്നത്. അവരെവിടെ പൊങ്കാല ഇടാനല്ല, ജാട കാട്ടാനായി വരുമെന്ന് ഇവിടുത്തെ പത്രക്കാർക്കും അറിയാം.
അവരും അവിടെ തമ്പടിക്കും. പൊങ്കാല ഇടുന്നതിലെ ഭക്തിയൊക്കെ വിട്ട് ക്യാമറയ്ക്കായി പൊങ്കാലയിടും. അതിനായി മേക്കപ്പ് കിറ്റും കടകളിൽ നിന്നും വാങ്ങിയ വീതിയുള്ള സെറ്റ് മുണ്ടൊക്കെ കൊണ്ടുവരും. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയമാണ്, പൊങ്കാല ഇടുന്ന അഭിനയം. ഭക്തിയുടെ അങ്ങ് മൂർധന്യ അവസ്ഥയിൽ നിന്ന് പൊങ്കാല ഇടുന്നോണം കാണാം ക്യാമറയുടെ ഫ്രണ്ടിൽ. ദേവി മഹാത്മ്യം പറയൽ എത്ര വർഷമായി ഈ ഫാഷൻ പരിപാടി ചെയ്യുന്നു എന്നൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് കാച്ചു. കാരണം പിറ്റേ ദിവസം പത്രത്തിൽ വെണ്ടയ്ക്ക പോലെ വരും, ടി വിയിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ടി വിയിലെ വാർത്തയിലൊക്കെ വരുമല്ലോ. അത് കൂടി ഇപ്പോൾ യൂട്യൂബർമാരുടെ കടന്നുകയറ്റമായി. അപ്പോൾ പ്രകടനവും കൂടി. ഇത്തവണ ഒരു തടിച്ച പെണ്ണ് പൊങ്കാല ഇടുകയല്ല, ക്യാമറയുടെ മുന്നിൽ ആദ്യം ഫ്രണ്ട് കാണിച്ചു, പിന്നെ സൈഡ് കാണിച്ചു, പിന്നെ ആനയുടെ വലിപ്പമുള്ള പൃഷ്ഠവും എയർപോർട്ട് റൺവേ മാതിരി ഇരിക്കുന്ന മുതുകും കാണിച്ചുമൊക്കെ നിർലോഭം മേനിപ്രസനം. എന്തിനാ സിൽക്ക് സ്മിത ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറങ്ങി നിൽക്കും, ആരും ഡയറക്ഷനൊന്നും വേണ്ട. യവന്മാർ ക്യാമറ വെച്ചാൽ നിൽക്കില്ല ഇങ്ങനെ ഈ ചക്കക്കൂട്ടം കണ്ട പട്ടിണിയിടുന്ന പിള്ളേരെ പോലെ, അല്ലെങ്കിൽ സോമാലിയിലെ കുട്ടികളെ പോലെ. ഇവളിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യം ഫ്രണ്ട് കാണിച്ചു, കണ്ടോ എടുത്തോ, എന്നിട്ട് സൈഡ് കാണിച്ചു, ഇതിലെ കൂടെ എടുത്തോ കാണാമോ, ഇനി ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്തിയും മുതുകുമൊക്കെ, മുതുകിൽ ഈ ജാക്കറ്റൊക്കെ ആര് തച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ പോലെ കിടക്കണം, ഇടാതിരുന്നാൽ പോരായിരുന്നു. ഇതിനിങ്ങനെയാണോ ഒരു ആറ്റുകാൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പൊങ്കാല ഇടാൻ വരേണ്ടത്? പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് മറ്റൊരാളിനോട് ബഹുമാനം തോന്നി. പിറന്ന പടി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന അലൻസീറിനെ സംവിധാനം ചെയ്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, മാന്യമായി വസ്ത്രം ധരിച്ച് എല്ലാവർക്കും നല്ല ചിരി സമ്മാനിച്ച് ഭക്തിപൂർവ്വം പൊങ്കാലയിടുന്നത് ഞാൻ കണ്ടു. അവർ വളരെ ഭക്തിയോടെ പൊങ്കാലയിടുന്നു. ജന്മം കൊണ്ടാണെങ്കിൽ അവരൊരു ഹിന്ദു പോലും അല്ല. എനിക്കതുകൊണ്ട് തന്നെ ആ സ്ത്രീയോട് മതിപ്പ് തോന്നി. സത്യഭാമ ടീച്ചർ പറഞ്ഞ 100% സത്യസന്ധമാണ്. പക്ഷേ ടീച്ചറെ നിങ്ങൾ പറയും പോലെ ആയിരിക്കില്ല, വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ സിൽക്ക് സ്മിതയും അനുരാധയൊക്കെ നാണം കെടുന്ന, ഹെലനൊക്കെ നാണം കെടുന്ന രീതിയിൽ ഈ കൂതറ കൂട്ടങ്ങൾ എല്ലാ വർഷവും വരും. അത് ചിത്രീകരിക്കാൻ ഈ വെട്ടുകിളികളെ പോലുള്ള യൂട്യൂബർമാരും ചെല്ലും. നമ്മളതൊക്കെ കണ്ട് ഭക്തിസാന്ദ്രമായി ഇരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെട്ടുക്കിളി യൂട്യൂബർമാരെ കുറിച്ച് അന്നേരം ശാന്തിവിള ദിനേശേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. റിയാക്ഷൻ വീഡിയോയിൽ ഇങ്ങനെ വെല്ലുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ഈ അവതരണ ശൈലി വെല്ലാൻ ഒരാൾ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൊന്നെ, ചിരിക്കാതെ എന്തോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എവിടുന്നേലും ഒക്കെ കുറ്റിയും പറഞ്ഞുകൊണ്ട് ആറ്റുകാൽ വന്നിട്ട് പൊങ്കാല ഇടാനെന്നും പറഞ്ഞ് വന്നിട്ട് കറക്റ്റ് കാര്യമല്ലേ അങ്ങനെ പറഞ്ഞതിനകത്ത് എന്തോ മോശം. എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചത്. ഒരു ഭക്തിയുടെ പേര് നടത്തുന്ന കാര്യമില്ല. അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരെ സ്വന്തം ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാരി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനുവേണ്ടി അവിടെ ഇവിടെയൊക്കെ കാണിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടയാണല്ലോ എൻ്റെ പൊന്നെ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചതെന്നുള്ളത്. അപ്പം ഈ വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഇത്ര നല്ല പ്രവർത്തികളിൽ വന്നിട്ട് നിങ്ങളുടെ ലാഭേച്ഛയ്ക്കായി അതിനെ തകർക്കരുത് എന്നൊരു അപേക്ഷ മാത്രം വെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അവസാനം വരെ കണ്ടതും കേട്ടതുമായ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരും പരിഗണിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്